നമുക്ക് ഇന്ന് ഇങ്ങനത്തെ ഡോയിലി പേപ്പേഴ്സ് ഉണ്ടാക്കിയാലോ? വളരെ സിമ്പിളാണ്. ഇതിനിടെ നമുക്ക് A4 ഷീറ്റ്, പേപ്പർ പഞ്ച്, ക്രാഫ്റ്റ് നൈഫ്, പിന്നെ സീസേഴ്സ് ഇത്ര മാത്രമേ വേണ്ടൂ. ആദ്യം തന്നെ A4 ഷീറ്റിനെ ഹാഫായിട്ട് മടക്കുക, എന്നിട്ട് അതിനെ വീണ്ടും ഹാഫായിട്ട് മടക്കുക. ഇപ്പോൾ നമ്മൾ ടോട്ടൽ 2 വട്ടം മടക്കി. അപ്പോൾ നമുക്കിതാ ഇതുപോലെ ക്ലോസ്ഡ് ആയിട്ടുള്ള കോർണർ കിട്ടും. ഈ കോർണറിലാണ് ഇനി വീണ്ടും മടക്കേണ്ടത്. എന്നിട്ട് അവിടെ തന്നെ ഒന്നും കൂടെ മടക്കുക. അപ്പോൾ നമുക്ക് പണ്ട് ചെറുപ്പത്തിൽ ഉണ്ടാക്കി കളിച്ചിട്ടുള്ള റോക്കറ്റ് പോലത്തെ സാധനം കിട്ടും. പക്ഷെ നമുക്ക് അതല്ല വേണ്ടത്. അപ്പോൾ ഈ മടക്കി കിട്ടിയ റോക്കറ്റിനെ നമ്മളൊരു ആർക്ക് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിന്റെ സെന്റർ ഭാഗം പിടിച്ച് ഓപ്പൺ ആക്കുക. എന്നിട്ട് പേപ്പർ പഞ്ച് വെച്ച് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി പറ്റിയില്ലെങ്കിൽ അത് വീണ്ടും തുറക്കുക, എന്നിട്ട് ഹോൾഡ് ഇടുക. കാരണം നിങ്ങളുടെ പേപ്പറിന് കട്ടി കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ ഹോൾ പഞ്ചിന് മൂർച്ച കുറവാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പേപ്പറിനെ 4 കോണായിട്ട് ഡിവൈഡ് ചെയ്ത പോലെ കാണാം. ഈ ഓരോ 4 കോണിലും 4 ഹോൾസ് വെച്ചിട്ടാണ് ഞാൻ ഇട്ടത്. അപ്പോൾ ടോട്ടൽ 16 ഹോൾസ് കിട്ടും. അതിനുശേഷം അതിന് താഴോട്ട് ഓപ്പോസിറ്റ് ആയിട്ട് 4 ഹോൾസ് ഉള്ള പോലെ ഞാൻ ഇട്ടു. ഗൈസ്, ഈ ഡിസൈനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റി മാറ്റി കൊടുക്കാം. ഞാനതിന് താഴത്തേക്ക് വീണ്ടും 4 ഹോൾ ഇടുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഓരോ ഹോളിന്റെ താഴെയും V പോലെ കട്ട് ചെയ്തെടുക്കണം. ഒരു മഴത്തുള്ളി ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണേ. അങ്ങനെ എല്ലാ ഹോൾസിലും ഇതുപോലെ മഴത്തുള്ളിയുടെ ഡിസൈൻ കട്ട് ചെയ്തെടുക്കുക. ചെയ്തു വന്നപ്പോൾ കുറച്ചും കൂടെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ താഴെ 2 ഹോൾസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗൈസ്, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ എന്നേക്കാൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള പലരും ഉണ്ടാവും. നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഡിസൈൻ മാറ്റി മാറ്റി ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് കടയിൽ നിന്ന് ഡോയിലി പേപ്പേഴ്സ് വാങ്ങേണ്ട ആവശ്യമില്ല. ഈ മഴത്തുള്ളി ഡിസൈൻ അല്ലാണ്ട് വേറെ ഒരെണ്ണം കൂടെ ഞാൻ ചെയ്തു, ഹോൾസ് മാത്രം ഇട്ടിട്ട്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് മഴത്തുള്ളി തന്നെയാണ്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.